1201 ആണ്ട് ധനുമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 16-12-2025 മുതൽ 14-1-2026 വരെയുള്ള ഒരു മാസ കാലഘട്ടത്തെ ഫലങ്ങളാണ്. കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. ഇത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. കുംഭക്കൂറിന് ഇപ്പോൾ 7.5 ശനിയുടെ കാലമാണ്. അതായത് 7.5 ശനി കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭരണാധികാരികളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കാം. നാൽക്കാലികളെ കൊണ്ട് നല്ല രീതിയിൽ ലാഭം ഉണ്ടാകാം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹമോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയമോ നടക്കാം. അതുപോലെ തന്നെ ലോൺ റിക്കവറി ഈ മാസം ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. വീടോ വസ്തുക്കളോ ലഭ്യമാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ധനനാശം ഉണ്ടാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലർജി മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ണിലും ഉദരത്തിലും ചില വ്യാധികളൊക്കെ വന്നേക്കാം. പരദേശവാസം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നീ വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിദൂര സംസ്ഥാനങ്ങളിലോ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നേക്കാം. ഇനി ഓരോ നക്ഷത്രങ്ങൾ തിരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെയാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുവാനോ അല്ലെങ്കിൽ അതിന് തുല്യമായ കോമ സ്റ്റേജിൽ പോകുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിനോടും ഒരു ഭയം വരാം. അതായത് ഒരു അകാരണമായ ഒരു ഭയം വരാം. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് ചേക്കേറി അവിടെ താമസിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് സാധിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള നല്ല തൊഴിലും ലഭിക്കുന്നു. അതുമൂലം സാമ്പത്തിക ഭദ്രതയും അന്തസ്സുള്ള ഒരു ജീവിതശൈലിയും ലഭ്യമാകുന്നു. ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യവും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നല്ല മിത്രങ്ങളെയും ലഭ്യമാകുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ചില പരാതികളും പോലീസ് കേസുകളൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഇണയുടെ വേർപാട്, ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വഴക്കിട്ട് പിണങ്ങിയോ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നു. അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിലെ ആപത്തുകളെയും മറ്റുള്ള കഷ്ടമെല്ലാം മാറുന്നു. അവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം ലഭ്യമാകുന്നു. ബുദ്ധിയുടെ ഗതി നേരെയാകുന്നു. എല്ലാം ചിന്തിച്ച് യുക്തിപൂർവ്വം പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നു. അതെല്ലാം നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ മനോവിചാരങ്ങൾ, ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളെല്ലാം ഭേദമാകുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രലാഭം അല്ലെങ്കിൽ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പുത്രലാഭം എന്ന് വെച്ചാൽ പേരക്കുട്ടികളുടെ ഒരു ലാഭം, പേരക്കുട്ടികളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യതയാണ്. അതുപോലെ ധനനാശം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ധനം, അതായത് അംഗീകൃതമല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ധനങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് പിൻവലിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കാം. അതാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ച കാണുന്നുണ്ട്. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കളെല്ലാം കൂടി ഒത്തുചേരുന്നതിനും നിങ്ങളുടെ ജന്മനാൾ ആഘോഷിക്കുന്നതിനും എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ സമ്പത്തും മറ്റുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അടുത്ത ചതയ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് പല രോഗങ്ങളാലും കഷ്ടപ്പാടുകളൊക്കെ വരാം. പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഇല്ലാതെ വരാം. ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്തൊരവസ്ഥ വരാം. അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങി അകന്ന് താമസിക്കാം. ചിലപ്പം പിരിഞ്ഞാലും മതിയാകും. എന്നാലും കാലക്രമേണ എല്ലാം ശരിയായി വരാം. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകൾ അല്പാൽപമായി കുറഞ്ഞ് അവർക്ക് ഒരു നല്ല ഒരു കുടുംബസമാധാനവും കുടുംബത്തിൽ ധനങ്ങളും ധാന്യങ്ങളെല്ലാം ഇഷ്ടംപോലെ ലഭിക്കുന്നൊരു അവസ്ഥ വരാം. അതുപോലെ തന്നെ അവർക്ക് മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാര്യശേഷി ഇല്ലാതെ വരേണ്ട ഒരു അവസ്ഥ വരാം. എല്ലാം സാമ്പത്തിക പരാധീനതകളും ഏറ്റെടുത്ത് കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നു. എന്നാലും ധനത്തിന് കുറവൊന്നും വരില്ല. സുരക്ഷക്കുറവ് മൂലം പല ആപത്തുകളും
ചെന്ന് ചാടുമെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നു ഭാഗ്യം കൊണ്ട്. പല ചൂഷണങ്ങളും അകപ്പെടാം. വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള തൊഴിൽ നേടാൻ സാധിക്കും. ധനത്തിന് കുറവുണ്ടെങ്കിലും ധനം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. 16-ാം വയസ്സിൽ ചതി, വഞ്ചന എന്നിവയിൽ അകപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായ ആൾക്കാർ അപവാദം പറഞ്ഞു വരുത്താം. നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്താം. അത് പിന്നെ പോലീസ് പരാതികളോ കോടതി കേസുകളോ ഉണ്ടാകാം. എങ്കിലും അതൊക്കെ ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ചില സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരിൽ നിന്നും, ചില പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളിൽ നിന്നും ചില മാനഹാനി, അപമാനമൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. വാദസംബന്ധമായ അസുഖങ്ങൾ വരാം. ഒരു അവയവത്തിന് സർജറി വേണ്ടി വന്നേക്കാം. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും സമ്പത്ത് നാനാ വഴികളിൽ കൂടിയും വരാം. ഒരു പരിധിവരെ സമ്പദ് വ്യവസ്ഥ താളം തെറ്റിയാലും ഒന്നിനും ഒരു കുറവില്ലാതെ ജീവിതം മുന്നോട്ട് പോകാം. 50 വയസ്സ് വരെ കുറച്ച് ദോഷമുള്ള ഒരു സമയമാണ് ഇതിൽ ചതയ നക്ഷത്രക്കാർക്ക്. അതിനുശേഷം സാമ്പത്തികപരമായിട്ടും അല്ലാതെയൊക്കെ നല്ല ഐശ്വര്യങ്ങളും കിട്ടി ഉയർന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരാം. അതുപോലെ സങ്കടങ്ങളെല്ലാം മാറിപ്പോകാം. ഒരു സർജറി വേണ്ടി വന്നേക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരുപക്ഷെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ചെറിയ ചില്ലറ അസുഖങ്ങൾ വരേണ്ട ഒരു സാധ്യതയുണ്ട്. ഒന്നും വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. വസ്തുവകകൾ സംബന്ധിച്ച്, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വസ്തുവകകൾ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടാകാം. അത് മധ്യസ്ഥ മുഖാന്തരം പരിഹരിക്കപ്പെടാണ്ടിരുന്നാൽ അത് കോടതി നടപടികളിലേക്ക് പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ വസ്തുവകകൾ സ്വന്തമാക്കാൻ, അവർ കൈക്കലാക്കാനുള്ള നടപടികളൊക്കെ ചിലർ ചെയ്യാം. അതിൽ നിന്ന് വളരെ സൂക്ഷിച്ച്, ഈ ക്രയവിക്രയങ്ങൾ നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വളരെ സെക്യൂരിറ്റിയോടുകൂടി എല്ലാം ചെയ്യുക. 71 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മുൻകാലങ്ങളിലെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും അപമാനങ്ങൾക്കും എല്ലാം പരിഹാരമായിട്ട് അവർക്ക് ഈ 71 വയസ്സിന് മുകളിൽ നല്ലൊരു സമയമാണ്. അവർക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വളരെ ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാന്നുള്ളത് ഒഴിച്ചാൽ വേറെ രീതിയിലുള്ള ഒരു മാനസിക പ്രയാസങ്ങളൊന്നുമില്ലാണ്ട് നല്ലൊരു ജീവിതം അവർക്ക് ലഭിക്കുന്നതാണ്. പൂരിട്ടാതി നക്ഷത്രക്കാർക്കാണ് അടുത്തത് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നു. സമ്പത്ത് ലഭിക്കാം, ആരോഗ്യം ലഭിക്കും, ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ചില്ലറ അസുഖങ്ങളുണ്ടായിരുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. കൂട്ടുകെട്ടുകൾ മോശമെങ്കിൽ പോലീസ് പരാതിയും കോടതി കേസുകളൊക്കെ ഉണ്ടാവേണ്ട സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറുന്നതിനും സാധിക്കുന്നു. വിദ്യാഭ്യാസത്തിന് ആദ്യം ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരും എങ്കിലും അവസാനത്തെ 4 വർഷം ഒരു കുഴപ്പവുമില്ലാതെ പോകുന്നതിന് സാധിക്കുന്നു. ഈ സമയം നല്ല ഒരു തൊഴിൽ അവർക്ക് ലഭിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല വരുമാനവും അവർക്ക് ലഭിക്കാം. ഒരു പരിധിവരെ നല്ല സമയമാണ്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വീട്, സ്ഥലം, വാഹനം എന്നിവ വാങ്ങുന്നതിന് സാധിക്കുന്നു. അതുപോലെ ധനസമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. ഒപ്പം മനസ്സമാധാനവും ലഭിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അലർജി പോലുള്ള അസ്വസ്ഥതകൾ ചെറിയ രീതിയിലുണ്ടാകാം. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനാശം, ദാരിദ്ര്യം എന്നിവ വരാതെ ശ്രദ്ധിക്കണം. അത് ജാതകത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വരാതെ കഴിയുന്നതും ശ്രദ്ധിച്ചു പോവുക. ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശവാസം കാണുന്നു. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറിക്കിട്ടുന്നു. പുതിയ വീടും വാഹനങ്ങളും വസ്തുക്കളും വാങ്ങാൻ സാധിക്കുന്നു. ആദരവും അവാർഡുകളും ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായി മാറുന്നതിനും സാധിക്കുന്നു. ഉദരരോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാം ഈ സമയം. അന്യർ ഒരുക്കിയ ചതിവിൽപ്പെടാണ്ട് എപ്പോഴും ആലോചിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യുക.
72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങൾ വരാം. അതുപോലെ വീഴ്ച വരാതെ ശ്രദ്ധിക്കണം. വീഴ്ച വന്നു കഴിഞ്ഞാൽ ഒടിവ്, ചതവ് എന്നിവ വരാനും അതുമൂലം വലിയൊരു സർജറി നടക്കാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.